ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഒരു ആത്മഹത്യ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ആത്മഹത്യയും അതിനോട് അനുബന്ധമായിട്ടുള്ള ചാനൽ ചർച്ചകളും വളരെയധികം ഞാൻ ശ്രദ്ധിക്കാനിടയായി തീർന്നു. അതിൽ സാബു പ്രസാദ് എന്ന് പറയുന്ന BJPയുടെ ആദരണീയനായിരിക്കുന്ന മാന്യ വ്യക്തി പറഞ്ഞ കാര്യം ഞാൻ 100% അടിവരയിടുകയാണ്. കാരണം ഇവിടെ ജാതി വ്യവസ്ഥ വളരെ ശക്തമായിട്ട് ഈ അടുത്ത സമയത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലത്തുണ്ടായിരുന്നതിനേക്കാളും കൂടുതലാണിപ്പോൾ. ഒരു കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ ജാതി വ്യവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നതായ രംഗമാണ് ഈ അടുത്ത സമയത്ത്. അപ്പോൾ ഒരു കാര്യം ഞാൻ വളരെ ശക്തമായിട്ട് പറയട്ടെ. ആര്യന്മാരുടെ കുടിയേറ്റം BC 1500ഓടെ മധ്യേഷ്യയിലെ യൂറോപ്യൻ മൈതാനങ്ങളിൽ നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി. അവർ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിലെ ഭാഗമായിരുന്നു എന്ന് നമുക്കറിയാം. ഇവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ നഗര സംസ്കാരവും ഹാരപ്പൻ സംസ്കാരവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഗ്രാമീണ കൃഷി അധിഷ്ഠിത സംസ്കാരവും ഡ്രവീഡിയൻ അതേപോലെ തന്നെ മുണ്ടാസ് നിലനിന്നിരുന്നു എന്നുള്ള നമുക്കറിയാം. ചരിത്രകാരിയായിരിക്കുന്ന റോംല താപ്പർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആര്യന്മാരുടെ കുടിയേറ്റം ആക്രമണമല്ലായിരുന്നു, മറിച്ച് അതൊരു ക്രമേണ നടന്ന തദ്ദേശീയരുടെ ഇടയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. ഇത് ഉപഭൂഖണ്ഡത്തിൽ ഇതിനു മുമ്പ് നിലനിന്നിരുന്ന സംസ്കാരങ്ങളെ മാറ്റുകയും മേൽക്കോയ്മ സ്ഥാപിക്കുകയും ചെയ്തു. The Aryan migration was not an invention, but rather a gradual penetration into the native populations. It altered the pre-existing cultures of the subcontinent and established dominions over them എന്നാണ് റോമില താപ്പർ എന്ന് പറയുന്ന വന്ദയ ചരിത്രകാരി പറഞ്ഞിരിക്കുന്നത്. അതായത് ആര്യന്മാർ വന്നപ്പോൾ പഴയ സംസ്കാരങ്ങൾ ഇല്ലാതായില്ല, പകരം അവ പരസ്പരം കലരുകയും ആര്യ സംസ്കാരത്തിന് അധീനമാവുകയും അങ്ങനെ പുതിയൊരു സംസ്കാരത്തിലൂന്നിയ ഇന്ത്യയെ സൃഷ്ടിക്കുകയും ചെയ്തു. ആര്യന്മാരുടെ മേൽക്കോയ്മ, ആര്യന്മാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒന്ന് സംസ്കൃത ഭാഷയും മറ്റൊന്ന് വേദങ്ങളും വേറൊന്ന് യാഗാധിഷ്ഠിത മതവും അതേപോലെ തന്നെ ഗോത്രാധിപത്യ ഭരണ സംവിധാനവുമായിരുന്നു. വർണ്ണവ്യവസ്ഥയുടെ തുടക്കം അവരിലൂടെയാണ് ഉണ്ടായത്. അത് നിങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ആരംഭം എവിടെ നിന്നാണെന്നും എന്തുകൊണ്ട് ഇത് ഈ അടുത്ത സമയത്ത് വീണ്ടും നമ്മുടെ ഇടയിൽ ചർച്ചയാക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ബോധപൂർവം ചിന്തിക്കണം. എന്നാൽ ഇവർ വന്നതോടെ നാട്ടുകാരുടെ സാമൂഹ്യ സ്ഥാനക്കുറവും തൊഴിൽ വിവേചനവും ഭൂമി നഷ്ടവും തുടങ്ങിയ പ്രശ്നങ്ങളും ഉയർന്നു. ചരിത്രകാരനായിരിക്കുന്ന RS ശർമ്മ അദ്ദേഹം ഇങ്ങനെ തൻ്റെ പുസ്തകമായിരിക്കുന്ന ശുദ്രാസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്: ആര്യന്മാരുടെ പ്രവേശനം ഒരു സാമൂഹ്യ മേൽക്കോയ്മ വ്യവസ്ഥ സ്ഥാപിച്ചു. ഇത് ക്രമേണ സ്വദേശികളെ താഴ്ന്ന സാമൂഹ്യ നിലകളിലേക്ക് തുരത്തുവാൻ സംഗതിയായി. The entry of Aryan institutionalized a social hierarchy that gradually pushed the natives into the lower social strata എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ സാമൂഹ്യമായി വേർതിരിവുകളിലേക്ക് കൊണ്ടുപോയി. സംസ്കാരങ്ങളുടെ ഒരു സംഗമമാണ് നമ്മുടെ ഇന്ത്യ ചരിത്രം എന്നുള്ള നമുക്കറിയാം. അതിനകത്തെ മാറ്റങ്ങളും സംഗമങ്ങളും ഒക്കെ കൊണ്ടാണ് അത് വളർന്നിരിക്കുന്നത്. പ്രത്യേകമായി അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. ആര്യന്മാർ വന്നപ്പോൾ നാട്ടുകാർക്കുണ്ടായ ദോഷങ്ങളും വിവേചനങ്ങളും വലിയ തോതിൽ ആയിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ അവരുടെ കലയും ഭാഷയും നാട്ടുകാരുടെ സംസ്കാരവുമായി കലർന്നാണ് ഇന്ത്യയുടെ ഭാവി രൂപപ്പെട്ടത് എന്ന് എടുത്തു പറയുന്നു. ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നത്, ഇന്ത്യ ഒരു പുരാതന പളിംസെസ്റ്റ് പോലെയാണ്. ഓരോ തലമുറയ്ക്കും ആശയങ്ങളും സ്വപ്നങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പിന്നീട് വരുന്ന ഏതൊരു തലമുറയും മുമ്പ് എഴുതപ്പെട്ടത് പൂർണ്ണമായി തുടച്ചു മാറ്റിയിട്ടില്ല. അതാണ് ശ്രീ നെഹ്റുജി വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എഴുത്ത് മായ്ച്ച് അതിൻ്റെ മുകളിൽ പുതിയ എഴുത്ത് എഴുതിക്കൊണ്ടുള്ള പത്രം അല്ലെങ്കിൽ സ്ക്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ, അത് സാധാരണയായിട്ട് രൂപകത്തിൽ അല്ലെങ്കിൽ ഫിഗറേറ്റീവ് സെൻസിൽ ഉപയോഗിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മുഴുവനായും മായാതെ പുതിയതിൻ്റെ മുകളിൽ നിലനിൽക്കുന്ന പഴയ പതിപ്പുകൾ, ഓർമ്മകൾ, സങ്കല്പങ്ങൾ എന്ന അർത്ഥം നൽകുന്നതാണ് ഈ പറയുന്നതായിട്ടുള്ള പാലിംസെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പം പഴയ തലമുറകളുടെയും സംസ്കാരങ്ങളും ചിന്തകളും നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആര്യന്മാർ വന്നപ്പോൾ സാമൂഹ്യ വിഭജനം ശക്തമായെങ്കിലും അവർ കൊണ്ടുവന്ന സംസ്കാരവും നാട്ടുകാർ നിലനിർത്തിയ പാരമ്പര്യവും ചേർന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ സംസ്കാര ഭൂമി രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ സംസ്കാര ഭൂമിയിൽ ആര്യന്മാരുടെ കുടിയേറ്റം കഴിഞ്ഞതിന് ശേഷം ആര്യ വേദാന്തം ഇന്ന് വളരെ ശക്തമായിട്ട് നമ്മുടെ എല്ലാ പ്രതലങ്ങളിലും പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളെക്കാളും കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടമാടിയിരുന്നതായിട്ടുള്ള സാഹോദര്യവും ഐക്യവും തച്ചുടയ്ക്കുന്ന തരത്തിൽ വളരെ ക്രമമായും വളരെ സങ്കുചിതമായും ഉള്ള ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ എന്നുള്ളത് മറന്നു പോകരുത്. അപ്പം ഇത് പല തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ജാതീയത അത് ശക്തമാക്കുവാൻ ഈ അടുത്ത സമയത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വ്യഗ്രത ഒരു തലത്തിലും നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അതെങ്ങനെ പരിഹരിക്കണം, എന്താണ് അതിൻ്റെ പരിഹാരം എന്നുള്ളതും ഈ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിൻ്റെ വിത്ത്, ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും ഇതിൻ്റെ കൂടുതലായിട്ടുള്ള നാഷണൽ ലെവലിലുള്ള വിഷയങ്ങളുമായിട്ട് ഫ്രീ ഇന്ത്യ ദ സീഡ് ഓഫ് ലിബറേഷൻ എന്നുള്ള പുസ്തകവും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വിളിക്കാം 9947003777. നന്ദി, നമസ്കാരം.